ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. റംസാൻ രാത്രിൻ്റെ ഇഫ്താർ വിശേഷമാണ് ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. വീഡിയോയിലേക്ക് പോകുമ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ ഞാൻ ഇന്ന് ഈ ഇഫ്താർ വീഡിയോയിൽ ഒരു അടിപൊളി കോൾഡ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ ഗാർലിക് പേസ്റ്റും അതുപോലെ തന്നെ പെപ്പർ പൗഡറും വിനാഗറും സോയാ സോസും ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. വെന്ത് കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാം ഒന്ന് അടർത്തി എല്ലാം ഒരു ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ട് അതിൽ അരക്കപ്പ് മയോണൈസും 1/4 കപ്പ് ചില്ലി സോസും പിന്നെ 1 ടീസ്പൂണ് പെപ്പർ പൗഡറും അതുപോലെ തന്നെ 1 ടീസ്പൂണ് സോയാ സോസ് ഒഴിക്കുക. പിന്നെ 1/2 കപ്പ് ക്യാപ്സിക്കനും 1/2 കപ്പ് ക്യാരറ്റും ഇട്ട് നല്ലോണം ആവശ്യത്തിനുള്ള ഉപ്പും വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. സോയാ സോസ് ഒഴിച്ചിന് ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക. ഇതെല്ലാം ഇതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് നമ്മൾ നല്ല ഫ്രഷ് ബ്രെഡ് എടുക്കുക. ബ്രെഡ് ഇതുപോലെ ഒരു ബ്രെഡിൽ വെച്ചിട്ട് ഒരു ബ്രെഡിനെ കൊണ്ട് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ കഴിക്കുന്ന സാൻഡ്വിച്ചിലും വെറൈറ്റി ടേസ്റ്റാണ് ഈ സാൻഡ്വിച്ചിന്. കോൾഡ് സാൻഡ്വിച്ച് എന്നാണ് ഇതിന് പറയുക. അറബിക് ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ അതിൻ്റെ 4 സൈഡും കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുക. ഒന്ന് എന്താ പറയുക, ചൂടാക്കുകയോ ഒന്നും ചെയ്യണ്ട. ഇതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മയോണൈസോ സോസോ എന്ത് വേണമെങ്കിലും കൂട്ടിയിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. റംസാനിൽ അധികം എണ്ണയില്ലാത്ത ഇതുപോലത്തെ കടികളാണ് നമുക്ക് കഴിക്കാനൊരു സുഖം ഉണ്ടാകുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. സാധാ സാൻഡ്വിച്ചിനെക്കാട്ടിയും അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കാനും എളുപ്പമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ അതവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇഫ്താറിനുള്ള ഫുഡ് ഉണ്ടാക്കാം. ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് ബീഫ് കറിയാണ്. ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല നാടൻ ബീഫ് കറിയാണ്. അധികം മസാലപ്പൊടികളൊന്നും ഇല്ലാണ്ട് നമ്മൾ പണ്ട് ഉണ്ടാക്കുന്ന നാടൻ രീതിയിലുള്ള അടിപൊളി ടേസ്റ്റുള്ള ബീഫ് കറിയാണ്. അപ്പോൾ ഉള്ളി ഒന്ന് വന്നപ്പോൾ അതിൻ്റെ അകത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പച്ചമുളകും തക്കാളിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് വഴച്ചെടുക്കുക. അടച്ചു വെക്കുമ്പോൾ പെട്ടെന്ന് എല്ലാം കുക്കായിട്ട് വരും. അതൊരു അടക്കുമ്പോൾ നമ്മളെ ആവി അതിലെ തന്നെ ഒന്ന് തങ്ങി നിൽക്കൂല. അപ്പോൾ ആ ഒരു ഇതിലേക്ക് പെട്ടെന്ന് തക്കാളിയൊക്കെ പെട്ടെന്ന് സോഫ്റ്റായിട്ട് വരും. അല്ലെങ്കിലും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അധികം മസാലപ്പൊടികളും ഒന്നും ഇല്ലാണ്ട് ഇതുപോലെ എന്താ പറയുക ഫ്രഷായിട്ടുള്ള ബീഫിനെ കൊണ്ട് കറി ഉണ്ടാക്കുമ്പോൾ എന്തായാലും നമ്മളെ ചെറുപ്പത്തിലുള്ള കഴിക്കുന്ന ബീഫ് കറിൻ്റെ അതേ ടേസ്റ്റ് കിട്ടും. ഇപ്പോഴുള്ള ബീഫ് കറിക്കൊന്നും അങ്ങനെ ടേസ്റ്റ് കിട്ടാത്ത കാരണം നമ്മൾ വീഡിയോയിലും ഇതിലൊക്കെ കണ്ടിട്ട് ഒരുപാട് മസാല വാരി ചേർക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെയല്ല നിങ്ങൾക്ക് അറിയുന്ന ആ പണ്ടേയുള്ള നാല് രീതിയിൽ ബീഫ് കറി ഒന്ന് ഉണ്ടാക്കി നോക്കുക. അല്ലെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്തൊക്കെ. അപ്പോൾ ഞാൻ തക്കാളി ഉള്ളിയൊക്കെ വന്നപ്പോൾ ഞാൻ അതിലേക്ക് 3 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂണ് മുളക് പൊടിയും കുറച്ച് പെരുംജീരകപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് 1/2 ടീസ്പൂണോളം ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ചു വെച്ചിട്ടാകുമ്പോൾ ആ ബീഫിൻ്റെ അടുത്ത് കുറച്ച് വെള്ളം ഇറങ്ങാനിട്ടാകുമ്പോൾ അതൊന്ന് ഇളക്കിയിട്ട് വെള്ളം ഇറക്കി വരുന്നവരെ ഒന്ന് അടച്ചു വെക്കുക. എന്നിട്ട് ഇളക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം, ഏറ്റവും നല്ല ബീഫിലെല്ലാം ചൂടുവെള്ളം ഒഴിക്കുന്നതാണ്. ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുക. എന്നിട്ട് ഒരൊറ്റ വിസിൽ, അതായത് ഫസ്റ്റ് വിസിൽ ഹൈ ഫ്ലെയിമിൽ എടുക്കുക. പിന്നെ എല്ലാം ലോ ഫ്ലെയിമിൽ ഒരു 5-8 വിസിലെടുക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നല്ല ബീഫൊക്കെ വെന്തിട്ട് നല്ല സോഫ്റ്റായിട്ട് വരും. ആ ടൈമിൽ തന്നെ ഇപ്പുറം ഞാൻ ഗീ റൈസ് ഉണ്ടാക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും മോള് സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. അവളെ കുളിച്ച് ഫ്രഷ് ആക്കിയിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ അവൾക്ക് ഇന്നലെ ഞാൻ ഉണ്ടാക്കി തെരികാച്ച ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അത് അവൾക്ക് കുടിക്കാൻ കൊടുക്കലാണ്. നമ്മൾ നോമ്പിന് ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് അവളൊന്നും കഴിക്കുന്നില്ല. ബാങ്ക് വിളിക്കുന്ന സമയം വരെ അവളൊന്നും കഴിക്കാത്ത അങ്ങനെ തന്നെ നോമ്പാന്ന് ഇരിക്കുകയാണ്. നിർബന്ധിച്ചിട്ടാണ് ഞാനത് കുടിപ്പിച്ചത്. അങ്ങനെ ആ ടൈം അവൾക്ക് ആ ജ്യൂസ് തെരികാച്ചൊക്കെ കൊടുത്ത് വരുമ്പോൾ ചോറിയത്ത ജ്യൂസ്
കുറച്ചുള്ള തെരുകാച്ചിയാണ്. അത് കൊടുത്ത് വരുമ്പോഴേക്ക് ഗീ റൈസിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. പിന്നെ 2 കപ്പ് അരിയാണ് കേട്ടാണ് ഗീ റൈസ് ഉണ്ടാക്കുന്നത്. 2 കപ്പ് അരിൻ്റെ റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഉപ്പെല്ലാം നോക്കിയിട്ട് വെള്ളം വറ്റുന്നവരെ അട വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ നമുക്ക് നമ്മളെ ബീഫ് കറി അടന്ന് വേവുന്നുണ്ട്. ആ ടൈമിൽ തന്നെ നമുക്ക് ബീഫ് കറിയിലേക്കുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കുക. പിന്നെ ഫുള്ളായിട്ടുള്ള കറിയിൽ ഞാൻ തേങ്ങ ആക്കുന്നില്ല. അതിൻ്റെ അകത്തുനിന്ന് പകുതി കറി മാറ്റിയിട്ടാണ് തേങ്ങ ഒഴിച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ചൊരു 3 ടീസ്പൂണോളം തേങ്ങ എടുത്തിട്ട് ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇത് അരക്കുന്ന ടൈം ആകുമ്പോഴേക്കും ഗീ റൈസിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അതിന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് വെച്ചാൽ നമ്മൾ റൈസ് റെഡിയായി. അപ്പോഴത്തേക്കും നമ്മളെ ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയില്ല, തുറന്ന് നോക്കാം. അപ്പോൾ കറിയൊക്കെ ഒന്ന് കുറുകി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് പകുതി കോരി മാറ്റാം. തേങ്ങ ഒഴിക്കാനുള്ള കറി കോരി മാറ്റാം. അപ്പോൾ 500 ഗ്രാം ബീഫാണ് ഞാൻ എടുത്തത്. അതുകൊണ്ട് 2 കറി ഉണ്ടാക്കുന്നുണ്ട്. തേങ്ങ അരച്ച കറിയും മുളകിട്ട കറിയും. അപ്പോൾ നേരത്തെ അരച്ച തേങ്ങയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കറിയിലൊന്ന് ഒഴിച്ചെടുക്കാം. അതവിടെ മാറ്റി അടുപ്പിൽ തിളക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ബാക്കി കറിനാ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അത് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതേ കുക്കറിൽ തന്നെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാനും വേണ്ടിയിട്ട് പിന്നെ മുളകും ഉപ്പെല്ലാം ഒന്ന് ഇട്ടിട്ട് 2 വിസിലടുപ്പിക്കുന്നുണ്ട്. ഞാൻ റംസാനിൽ പരമാവധി ഒരു പാത്രത്തിൽ തന്നെ, അതായത് ഫ്രൈ ചെയ്യുന്ന പാത്രമായാലും കറി ഉണ്ടാക്കുന്ന പാത്രമായാലും കുക്കറായാലും എല്ലാം ഒന്നെണ്ണം ഒഴിച്ചൊഴിച്ചുണ്ടാക്കും. അപ്പോൾ കുറേ പാത്രം കഴിച്ച് നമുക്ക് ടൈമില്ലാണ്ട് പാത്രം കഴുകാൻ നിൽക്കുകയും ചെയ്യണ്ട. അതുപോലെ തന്നെ പണിയും കുറയും. അതായത് ഒന്ന് കഴിഞ്ഞ് ഒന്നിൻ്റെ അപ്പാടപ്പാട് ആ ഒരു പാത്രത്തിൽ തന്നെ ചെയ്യുമ്പോൾ നമ്മളെ സമയം ലാഭം കിട്ടും. കുറേ പാത്രങ്ങൾ കുന്നുകൂടി കിടക്കുകയില്ല. അങ്ങനെ തേങ്ങ അരച്ച കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ബീഫിൻ്റെ 2 കറിയും തേങ്ങ അരച്ച കറിയും റെഡിയായി, മുളകിട്ട കറിയും റെഡിയായി. അപ്പോഴത്തേക്ക് തന്നെ കുക്കറിൽ 2 വിസിലടിച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാനും വെച്ചിട്ടുണ്ട്. എല്ലാം കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. റംസാനായതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് നല്ലോണം ഫ്രൈ ആകുമ്പോൾ അതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് ഒരു സവാള നല്ല സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗീ റൈസ് ഉണ്ടാക്കുന്നില്ല, അതിൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കാൻ എല്ലാവർക്കും കൂടെ ഭയങ്കര ഇഷ്ടമാണ്. ഫ്രൈ ചെയ്യുന്നതിനൊക്കെ ഇങ്ങനെയൊക്കെ കഴിക്കാനാകുമ്പോൾ ഒരു ചില്ലിൻ്റെ ടേസ്റ്റും കിട്ടും. അപ്പോൾ അതിൽ കുറച്ച് മല്ലിയിലിട്ട് അയാടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതേ ടൈം തന്നെ അടുപ്പിൽ മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ട്. മുട്ട വേവിക്കുമ്പോൾ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. മുട്ട പൊട്ടൂല. അതുപോലെ തന്നെ തോല് കളയുന്ന സമയത്ത് എളുപ്പത്തിൻ്റെ ഇലയിൽ നമുക്ക് മുട്ടക്കൊന്നും പിടിക്കാത്ത പെട്ടെന്ന് ഇളകി വരികയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ മുട്ട അവിടെ വെച്ചിട്ടുണ്ട്. അതേ ടൈം ഇപ്പുറം ഒരോട്ടിക്കല്ല് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരോട്ടിയും ചുട്ടെടുക്കുന്നുണ്ട്. ഒരോട്ടിയൊന്നും ചുടുമ്പോൾ ഒരു രക്ഷയില്ല. എൻ്റെ റബ്ബേ, ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എല്ലാം എന്താ പറയുക, പടപടാ പണി തീർക്കലാണ്. കിച്ചണിൽ അങ്ങനെ ഒന്ന് രക്ഷപ്പെടാനും വേണ്ടിയിട്ട് എത്ര ചൂടുണ്ട്. പിന്നെ എന്താണെന്നറിയില്ല, നോമ്പായതുകൊണ്ടാണോ അല്ലെങ്കിൽ എനിക്കങ്ങനെ തോന്നുകയെന്നൊന്നും അറിയില്ല. എനിക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ഇതിൻ്റെ ഇടയിൽ ഞാൻ കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്, നോമ്പ് കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കും. അപ്പോൾ അത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ബത്തക്കയാണ് ഇന്ന് ജ്യൂസ് അടിച്ചത്. പിന്നെ ഫ്രൂട്ട് ചാട്ട് ചെയ്യുന്നതെല്ലാം ഡെയിലി കാണിക്കണമെങ്കിൽ ഞാൻ ജ്യൂസ് അടിക്കുന്നതും ഫ്രൂട്ട് ചാട്ട് ചെയ്യുന്നതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം ബാങ്ക് വിളിക്കുന്ന കുറച്ച് മുമ്പ് തന്നെ ടാബ്ലറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വീഡിയോയിലും പറയുന്നതാണ്. എന്നിട്ട് ബാങ്ക് വിളിക്കുന്ന ടൈം ആകുമ്പോൾ ജ്യൂസെല്ലാം ഒന്ന് ഒഴിച്ച് വെക്കുന്നുണ്ട്. മുമ്പേ ഒഴിച്ച് വെക്കണമെങ്കിൽ അത് ഒഴിച്ച് വെച്ചിട്ടില്ല. അപ്പോൾ ബാങ്ക് വിളിക്കുന്ന ടൈമായിട്ടുണ്ട്. ഇതാണ് കേട്ടോ അന്നത്തെ നമ്മളെ ഇഫ്താറിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക.
അങ്ങനെ നമ്മൾ നോമ്പ് മുറിച്ച് നമസ്കാരമെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഫുഡ് കഴിക്കലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പിന്നെ എന്തിനാ ഇവർ എല്ലാം ഒരുമിച്ച് എടുത്ത് വെക്കുന്നതെന്നൊക്കെ. അത് വീഡിയോയിൽ വേണ്ടിയിട്ടാണ് കേട്ടോ, നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ടേബിൾ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ വെറും ഫ്രൂട്ട്സും വെള്ളം വെച്ചിട്ട് അതുപോലെ ജ്യൂസും വെച്ചിട്ട് നോമ്പ് മുറിക്കും. എന്നിട്ട് നമസ്കാരം കഴിഞ്ഞാലാണ് ഫുഡ് കഴിക്കുക. എന്നാൽ ഫുഡെല്ലാം കഴിച്ച് കിച്ചൺ ക്ലീനിങ്ങും തറാബി നമസ്കാരം ഖുർആനത്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി ഫുഡ് കഴിക്കലാണ്. അതായത് ഒരു തറാബി നമസ്കാരമെല്ലാം കഴിഞ്ഞ ഒരു വെക്കുണ്ടാവില്ല, അത് കഴിഞ്ഞ് ആ ടൈം നമ്മൾ ഫുഡ് കഴിക്കലാണ്. ഫുഡ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഉണ്ടാക്കിയ കോൾഡ് സാൻഡ്വിച്ചും പിന്നെ കഞ്ഞിയും ലൈമും ഫ്രൂട്ട്സുമാണ്. ഇത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഫുഡ് കഴിഞ്ഞ് ഇന്നത്തെ വീഡിയോ ഞാനിടാം. വൈൻഡപ്പ് ചെയ്യാണ്. ടേക്ക് കെയർ. ബൈ ബൈ.